പാലക്കാട് കോട്ട മൈതാനത്ത് നിൽക്കുന്ന ഈ അഞ്ചു വിളക്കിന്റെ പിന്നിൽ ബ്രിട്ടീഷുകാരുടെ വംശീയ അധിക്ഷേപത്തിന് മലയാളികൾ നൽകിയ ശക്തമായ ഒരു തിരിച്ചടിയുടെ കഥയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇംഗ്ലണ്ടിൽ നിന്ന് ബാർ അറ്റ് ലോ പാസ്സാവുകയും സംയുക്ത മദ്രാസ് സംസ്ഥാനത്തിലെ ആദ്യകാല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാവുകയും ചെയ്ത വ്യക്തിയായിരുന്നു പുലിക്കാട് രത്നവേലു ചെട്ടിയാർ. അദ്ദേഹം പാലക്കാട്ടെ ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായും നഗരസഭയുടെ വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു. വർഷം 1881. ഒരു ദിവസം പാലക്കാട് സന്ദർശിച്ച ബ്രിട്ടീഷ് കളക്ടർക്ക് ചെട്ടിയാർ ഹസ്തദാനം നൽകി. എന്നാൽ ഒരു ഇന്ത്യക്കാരൻ തൊട്ടതിൽ ദേഷ്യം മൂത്ത വെള്ളക്കാരനായ കളക്ടർ വേദിയിൽ വെച്ച് തന്നെ വെള്ളമെടുത്ത് കൈ കഴുകി അദ്ദേഹത്തെ അപമാനിച്ചു. ബ്രിട്ടീഷുകാരന്റെ ഈ വംശീയ അധിക്ഷേപത്തിൽ മനം നൊന്ത് അധികം വൈകാതെ ആത്മാഭിമാനിയായ രത്നവേലു ചെട്ടിയാർ സ്വയം ജീവനൊടുക്കി. 1892 നഗരസഭയുടെ ആദ്യത്തെ സ്വദേശിയായ അധ്യക്ഷൻ ചിന്നസ്വാമി പിള്ളയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിരിവെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിരോധമായി രത്നവേലു ചെട്ടിയാരുടെ ഓർമ്മയ്ക്ക് അവിടെ ഒരു സ്മാരക വിളക്ക് നിർമ്മിച്ചു. ബ്രിട്ടീഷുകാർ അത് തകർക്കാൻ നോക്കിയെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തിനു മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. കൊളോണിയൽ കാലത്തെ വർണ്ണവെറിക്കും വംശീയതയ്ക്കുമെതിരെ ഒരു നാട് മുഴുവൻ ഉയർത്തിയ ആത്മാഭിമാനത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് അഞ്ചു വിളക്ക് ഇന്നും പാലക്കാട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.